ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസൻ പ്രയറിനെക്കുറിച്ച് പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എക്സ്പ്രഷൻ ഓഫ് അവർ ഹെൽപ്ലെസ് ബട്ട് കോൺഫിഡൻറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പക്ഷേ കർത്താവിൽ ഉറച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ശക്തിയില്ല, എനിക്ക് ബലമില്ല, ഞാൻ ബലഹീനനാണ്, ഹെൽപ്ലെസ്നെസ്, തികത്തും ബലഹീനനാണ്. പക്ഷേ എൻ്റെ കർത്താവിന് എന്നെ സഹായിക്കാൻ പറ്റും, എൻ്റെ കർത്താവിനെ സഹായിക്കും എന്നുള്ള അതിൻ്റെ എക്സ്പ്രഷനാണ് പ്രാർത്ഥന. അതേ ദൈവവാസം തന്നെ ഫെയ്ത്തിനെ കുറിച്ചും പറയും. ഞാനൊന്ന് വായിക്കാറ്. That is a helpless dependence on God and with no confidence in ourselves. Faith. ആദ്യം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഫെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. താവേ, ഐ എം ഗുഡ് ഫോർ നത്തിങ്, ഐ ഹാവ് നത്തിങ് ടു ബോസ്റ്റ് അബൌട്ട്. എനിക്ക് പുകഴാൻ ഒന്നുമില്ല. എൻ്റെ കഴിവുകളോ എൻ്റെ സൗന്ദര്യമോ എൻ്റെ ആരോഗ്യമോ എനിക്ക് സമൂഹത്തിലുള്ള നിലയും വിലയുമോ എൻ്റെ സമ്പത്തോ, നത്തിങ്. ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ആൻഡ് വിത്ത് നോ കോൺഫിഡൻസ് ഇൻ അവർ സെൽഫ്. നമ്മൾ ലോകത്തെപ്പോഴും കേട്ടുന്ന സെൽഫ് കോൺഫിഡൻസ് വേണമെന്ന്. പക്ഷെ കർത്താവിലോട്ട് ആശ്രയിക്കാൻ ഉള്ള നമ്മുടെ ഏറ്റവും വലിയ തടസ്സവും ഈ സെൽഫ് കോൺഫിഡൻസ് ആണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറയുന്നത്, എൻ്റെ അപ്പൻ രോഗിയായി, എൻ്റെ അപ്പൻ മാറ്റപ്പെട്ടു, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, എൻ്റെ സകല സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ആരുമില്ല സഹായിക്കാൻ എന്നുള്ളൊരു എല്ലാ ബന്ധുക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഉള്ളിൽ ശൂന്യത. കാരണം അത്ര ക്ലോസ് ആയിരുന്നു അച്ഛനുമായിട്ട്. അപ്പോൾ ഞാൻ അന്ന് കണ്ടത്, എൻ്റെ അച്ചാച്ചൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ട ആളാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ്. ഒരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ്, നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിൽ സ്വന്തമായിട്ട് നോ കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ ഇപ്പം ഈ ഫിലോസഫി പറയുന്നവർക്കും ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവർക്കും ഞാൻ എന്തോ ഒരു റോങ് ഡോക്ടറിൻ പറയുന്ന പോലെ തോന്നും. എടാ, മനുഷ്യൻ സെൽഫ് കോൺഫിഡൻസ് ദൈവമല്ല കൊടുത്തതെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഡിനേ യുവർ സെൽഫ്? ഈ കോൺഫിഡൻസിനെ പറഞ്ഞത്, അല്ലെങ്കിൽ ആ പ്രൈഡ്. ഈ കോൺഫിഡൻസ് എങ്ങനെ വരുന്നത്? പ്രൈഡിൽ നിന്നാണ്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, ലോകപരിചയമുണ്ട്, എനിക്കതറിയാം, ഇതറിയാം, എനിക്ക് ഡിബേറ്റ് നടത്താൻ അറിയാം. അതാണ് ഈ സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്. ഐ ക്യാൻ ഫേസ് എനിത്തിങ് ഓൺ മൈ ഓൺ ബിക്കോസ് ഐ ഹാവ് പീപ്പിൾ. എനിക്ക് പൈസയുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. അതാണ് ഹീബ്രൂസ് 11:6, ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 6. വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം എത്ര നല്ല വിശുദ്ധ ജീവിതം നയിച്ചാലും, എത്ര സൽപ്രവർത്തികൾ ചെയ്താലും, എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും നമ്മൾ തറുതല പറയാതിരിക്കുക. ആരോടും അസൂയയില്ല, കോപമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ലെന്ന് വെച്ചു. പക്ഷെ നമുക്ക് വിശ്വാസമില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വാസികളാണെന്ന്, പക്ഷേ ഒരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസിൽ നമുക്കിപ്പോഴും വി ഹാവ് കോൺഫിഡൻസ് ഇൻ അവർ ഫ്ലഷ്. അല്ല, നമ്മുടെ സെൽഫ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എനിക്ക് പറ്റും, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയെടുക്കും. നമ്മൾ എത്ര നല്ല ജീവിതം നയിക്കുന്നു, നമ്മൾ ബൈബിൾ വായിക്കുന്നു, ഉപവസിക്കുന്നു, വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഈ സെൽഫ് കോൺഫിഡൻസ് അവിടെ നിൽക്കുകയാണെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഈ സമ്പന്നനായ മനുഷ്യനെ എങ്ങനെ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റും? കാരണം അദ്ദേഹത്തിനൊരു സമ്പത്തുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ആശ്രയിക്കാൻ പറ്റും. അപ്പോൾ ആ സമ്പത്തിലുള്ള ആശ്രയത്തെ അദ്ദേഹത്തിൻ്റെ പോകണം. അതേസമയം ആ ദരിദ്രനായുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആൾ
അദ്ദേഹത്തിന് ആശ്രയിക്കാൻ ആരുമില്ല. കർത്താവിൻ്റെ കാലെ കെട്ടിയും കുടിക്കും. കർത്താവേ, ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ്. ആ കാലെ ഇങ്ങനെ കെട്ടിയും കുടിക്കും. എന്നെ സൗഖ്യമാക്കണം, എന്നെ സഹായിക്കണം. കർത്താവ് ഉറപ്പായിട്ടും മറുപടി കൊടുക്കുക, ഉറപ്പായിട്ടും. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ വിശ്വാസികളാണെന്ന് പറയുകയും ഈ ആശ്രയത്വമില്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് പ്രസാദകരമാണെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ മിനിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കർത്താവിൻ്റെ ഫുൾനെസ് അനുഭവിക്കാൻ പറ്റും. ബൈബിൾ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ച് യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നിൽ ഏകാഗ്ര ചിത്തൻ, കംപ്ലീറ്റ്ലി എന്നിൽ ഫോക്കസ് ചെയ്യുക, കർത്താവ് മാത്രമേ ഉള്ളൂ എനിക്ക് സഹായം. കാര്യം ശരിയാണ്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, നല്ല പ്രൊഫഷനുണ്ട്, ബിസിനസ്സുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിലും കർത്താവേ അങ്ങ് എൻ്റെ ആശ്രയം, അങ്ങ് എൻ്റെ സഹായം, അങ്ങ് എന്നെ കൈ പിടിച്ച് നടത്തണമെന്ന് പറയുന്ന മനുഷ്യരുണ്ടോ എന്ന് കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലെങ്ങ് ഊടാടി സഞ്ചരിച്ച് നടക്കുന്നത്. ബാക്കി എടുത്ത്